ഇതാ ആരാ ആരാ കള്ളൻ 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 ഞാനല്ലെന്ന് ഞാൻ ശാന്തപ്പനാണ്. കള്ളനെ പിടിക്കാൻ വേണ്ടി ചാടിയാണ്. ഇങ്ങേരതോട് പോയി കുഞ്ഞോളെ കുഞ്ഞോളെ ധാരി പാതിരാത്രിക്ക് വിളിക്കുന്നേ. അമ്മയുടെ സൗണ്ടല്ലേ വന്നേ? അയ്യോ ഇതെന്താ സംഭവം? ഇങ്ങനെ ഇതിനെ കെട്ടിയിട്ടേക്കുന്നേ. അയ്യോ മക്കളെ ഓടിവായോ, ഇതിനെ കെട്ടിയിട്ടേക്കുന്നേ. ഒന്നുമില്ലടി, കൊച്ച കൊച്ചും നാട്ടുകാരെ ഇറക്കാടി, മാനം പോടി. ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇത്? ദിനേശ ചേച്ചി അങ്ങനെ അഴിച്ചു വിടറാ. കുഞ്ഞോളെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കാൻ വന്നതാ ഈ വൃത്തികെട്ടൻ. അയ്യേ അല്ല കുഞ്ഞോളെ, പച്ചക്കള്ളം പച്ചക്കള്ളം അല്ല കുഞ്ഞോളെ, സത്യമായിട്ട് ഒളിഞ്ഞു നോക്കാൻ വന്നതല്ല. ഞാനേ രാത്രി മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോഴേ ഒരു കള്ളനെ അവരെ വീട്ടിനകത്തോട്ട് കയറുന്നേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ കള്ളനെ പിടിക്കാൻ വേണ്ടി തൊട്ടു പിറകെ ഈ വീട്ടിലോട്ട് വന്നതാ. അവന്റെ ഇതുവഴി അങ്ങ് ഓടിപ്പോയി. ഇവരെന്നെ പിടിച്ച് കെട്ടിയിടുകയും ചെയ്തു. സത്യമായിട്ട് ഞാൻ അതിനാണ് വന്നത്. സത്യം. ഞാൻ പിന്നെ കേൾക്കാം. കുഞ്ഞോളെ ഇങ്ങനെ മതിൽ നടത്തില്ല, എനിക്ക് നല്ലപോലെ അറിയാം. നീ വിളിച്ച് കയറ്റിയതേ. എന്റെ ഭാര്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോ. നിങ്ങളുടെ ഭാര്യക്ക് അനാവശ്യം ചെയ്യാൻ ഞാൻ അനാവശ്യം പറയല്ലോ കേട്ടോ. എന്റെ ഫോണിൽ എടുത്തോണ്ട് പോലീസിനെ വിളിക്കണം. അയ്യോ 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 ചേച്ചി ചേച്ചി സുൽ ചേച്ചി ഇപ്പൊ വിളിക്കരുത്. എന്റെ കല്യാണമാണെന്ന് അറിയാലോ. ഇനി കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ. ചേച്ചി നാട്ടുകാരൊക്കെ അറിഞ്ഞ ആകെ നാണക്കേടാവും. അങ്ങനെ ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് പറയാ. ദിനേശേട്ടാ സോറി, ഒന്ന് പറയോ ചേച്ചി, എന്നെ ആലോചിച്ചിട്ടെങ്കിലും. മക്കളെ ഇങ്ങേര് ശരിക്കും നാറണം. ഇവൻ നാണം കെട്ടവനാ. പക്ഷേ നിങ്ങളെ ഓർത്ത് ഞാൻ പോലീസിനെ വിളിക്കുന്നില്ല.